ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഓ, എന്നാ ഉപകാരം! ഇങ്ങനെ ചിന്തിക്കുന്നവരാ പലരും. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ സത്യാവസ്ഥ എന്താണ്? ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതുവാനും സാധിക്കും. അതുകൊണ്ട് അത് ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രോഗേറ്റീവ് പ്രൊനൗണിനെ കുറിച്ചാണ്. ഇന്ന് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കൈൻഡ്സ് ഓഫ് പ്രോനൗണിനെ കുറിച്ചുള്ള വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ കൈൻഡ്സ് ഓഫ് പ്രോനൗൺ ഏതൊക്കെയാണെന്നും അതിന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് പഠിക്കുവാനായിട്ട് മറക്കരുത്. ഓക്കെ, വാട്ട്സ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ? ഇൻട്രോഗേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചില കോമൺ മിസ്റ്റേക്സ് പറയാറുണ്ട്. ആ മിസ്റ്റേക്സ് ഏതാണെന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടി അതിനെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്നുള്ള ടിപ്സ് ഞാൻ തരാറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഡെഫിനിഷനിലോട്ട് വരാം. ഇൻട്രോഗേറ്റീവ് പ്രോനൗണിന്റെ ഡെഫിനിഷൻ എന്താണ്? Interrogative pronouns are pronouns that are used to ask questions. ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോനൗൺസിനെയാണ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ജനറൽ ആയിട്ടൊരു 5 ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഹൂ, ഹും, ഹൂസ്, വാട്ട്, വിച്ച്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഇപ്പൊ തന്നെ ചില ഡൗട്ട് ഉണ്ടായി കാണുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. കാരണം എന്റെ കഴിഞ്ഞ വീഡിയോയിൽ റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചപ്പോൾ അതിനകത്തും റിലേറ്റീവ് പ്രോനൗണ് ഹൂ, ഹും, ഹൂസ്, വിച്ച്, ഈ 4 പ്രോനൗണിനെ ഞാൻ റിലേറ്റീവ് പ്രോനൗൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രോനൗൺ ഇവിടെ ഇപ്പോൾ എങ്ങനെ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആയി എന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, എന്താണ്, എപ്പോഴാണ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആകുന്നത്, റിലേറ്റീവ് പ്രോനൗൺ ആകുന്നത് എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ പ്ലേസ്മെന്റിലാണ് അതിരിക്കുന്നത്. നമ്മൾ ഈ പ്രോനൗണിനെ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നതിലാണ് ഇത് ഏത് പ്രോനൗൺ ആയിട്ട് മാറുന്നു എന്നത് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് നമുക്കിത് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് ഹൂ. അതൊരു ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എപ്പോഴും ആളുകളെ കുറിച്ച് ചോദിക്കുവാൻ ഉപയോഗിക്കുമ്പോഴാണ് ഹൂ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ ഈസ് ദിസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഹൂ ഈസ് ദിസ്. ഇവിടെ ഹൂ എന്നത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഹൂ എന്ന വാക്കുകളോട് നമുക്ക് ചോദിക്കുവാൻ സാധിക്കും, അല്ലെ? രണ്ടാമത്തെ പ്രോനൗൺ എന്ന് പറയുന്നത് ഹും. ഹും എന്ന പ്രോനൗണും ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. ഒരു എക്സാമ്പിൾ പറയാം. Whom did you invite to the party tonight? Whom did you invite to the party tonight? ഇതിനകത്ത് ഹും എന്നത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാനായിട്ടാണ് അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തത് ഹൂസ്. അതും ഒരു ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. അത് ഒരു പൊസഷനെയാണ് അല്ലെ ഒരു ഓണർഷിപ്പിനെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഹൂസ് ബുക്ക് ഇറ്റ് ഈസ് ഒരു എക്സാമ്പിൾ ആണ്. ഹൂസ് ബുക്ക് ഇറ്റ് ഈസ്. അപ്പൊ ഇവിടെ അത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ, ഹൂസ് എന്നത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആയിട്ട് മാറുന്നു. പ്രോനൗണാണ് വാട്ട്. ഈ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ഒരു വസ്തുവിനെ കുറിച്ചോ ഒരു ഐഡിയയെ കുറിച്ചോ ഒരു ആക്ഷനെ കുറിച്ചോ ഒക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദിസ്, വാട്ട് ആർ യു ഡൂയിങ് ടുനൈറ്റ്. ഓക്കെ, അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പ്രോനൗണിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വിച്ച്. അത് വിച്ച് എന്നത് നമ്മളെപ്പോഴും ഒരു വസ്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് നമ്മൾ വിച്ച് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, വിച്ച് ബുക്ക് ആർ യു റീഡിങ് ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. വിച്ച് ബുക്ക് ആർ യു റീഡിങ് ഫസ്റ്റ്. അപ്പോൾ വിച്ച് എന്നുള്ളത് അവിടെ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് 5 ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് ഇടുവാനായിട്ട് മറക്കരുത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ലേൺ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പ്രോനൗൺ ആണ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ. വൺസ് അഗൈൻ ലെറ്റ് മീ ടെൽ യു, ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗൺസിനെയാണ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, വീഡിയോയുടെ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇനി പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കോമൺ മിസ്റ്റേക്സ് പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. ആ കോമൺ മിസ്റ്റേക്സിൽ ഒരു മിസ്റ്റേക്ക് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാം.
അതായത് നമ്മൾ ഒരു സെന്റൻസ് വൺ ഓഫ് ദ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസിൽ പലപ്പോഴും പലരും അവിടെ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. എന്താണ്? ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വൺ ഓഫ് ദ ലയൺസ് ഫെൽ ഇൻ ടു ദ റിവർ. ഇവിടെ വൺ ഓഫ് ദ കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ ലയൺ സിംഗുലർ ആണോ ഉപയോഗിക്കേണ്ടത് അതോ പ്ലൂറൽ ആണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് പലരുടെയും മനസ്സിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ടിപ്സ് ഞാൻ നിങ്ങളോട് പറയാണ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വൺ ഓഫ് ദ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ അവിടെ പ്ലൂറൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. പ്ലൂറൽ ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേം. അതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. വൺ ഓഫ് ദ ലയൺ എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല, വൺ ഓഫ് ദ ലയൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ലയൺ അതായത് സിംഹങ്ങളിൽ ഒരെണ്ണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ വൺ എന്ന് പറയുന്ന സിംഹങ്ങളിൽ ഒരെണ്ണം എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ പ്ലൂറലേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വൺ ഓഫ് ദ ലയൺസ്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് അങ്ങനത്തെ എക്സാമ്പിൾ ആണ്. അപ്പൊ എപ്പോഴും അത് നമ്മൾ ഓർത്തിരിക്കുക. വൺ ഓഫ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പ്ലൂറൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചു എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ വരെ എല്ലാവർക്കും ബൈ.